Mount Everest. No one remembers who climbed the Mount Everest second time. രണ്ടാം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരും ഓർത്തിരിക്കാറില്ല. അതേ സുഹൃത്തുക്കളെ, മറ്റാരുമല്ല, സർ എഡ്മണ്ട് ഹിലാറിയുടെ വാക്കുകളാണിത്. പർവ്വത ആരോഹകർ മല കയറുമ്പോൾ പലതരം പ്രശ്നങ്ങളെ നേരിടാറുണ്ട്. എപ്പോൾ വേണോ വീഴാമെന്ന് ജീവന് ഭീഷണിയായി നിൽക്കുന്ന പാറകളും മഞ്ഞുപാളികളും. ഒന്ന് അടി തെറ്റിയാലോ വീഴുന്നത് അഗാധമായ ഗർത്തത്തിലും ആഴത്തിലുള്ള വിള്ളലിലേക്കുമാണ്. അപ്രതീക്ഷിതമായി താഴേക്ക് കുതിച്ചു പായുന്ന ഹിമപാതങ്ങൾ. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഓക്സിജൻ ഉണ്ടാകുന്ന അഭാവം, ഇതിനെല്ലാം ഉപരി മർദ്ദത്തിലുണ്ടാകുന്ന അഭാവം പലപ്പോഴും രക്തക്കുഴലുകൾ പൊട്ടാൻ കാരണമാകാറുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചാണ് എഡ്മണ്ട് ഹിലാറിയും ടെൻസിംഗ് നോർവേയും 1953 മൗണ്ട് എവറസ്റ്റിന് കീഴടക്കിയത്. ഇന്നീ കാണുന്ന നൂതന സാങ്കേതിക വിദ്യയൊന്നുമില്ലാത്ത സമയത്ത് അന്ന് അവരെടുത്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് ഒന്നല്ല മറിച്ച് 1000-ഓളം വരുന്ന പർവ്വതാരോഹകർക്ക് ഒരു പ്രചോദനമായി മാറുന്നത്. നമ്മൾ ഇന്നീ കാണുന്ന മൗണ്ട് എവറസ്റ്റിൻ്റെ കാഴ്ചകൾ അന്ന് അവർ എടുത്ത പരിശ്രമത്തിൻ്റെ വിജയമാണ്.